ഈയിടെയായി OPയിൽ ധാരാളം ആൾക്കാർ ജോയിന്റ് പെയിൻ, അതായത് സന്ധിവേദന, എല്ലുവേദന, പേശിവേദന, അമിതമായ ക്ഷീണം, മുടികൊഴിച്ചിൽ ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇത് ഒരു വൈറ്റമിന്റെ കുറവാണ്. വൈറ്റമിൻ D3 എന്ന് പറയുന്ന വൈറ്റമിന്റെ കുറവാണ്. എന്താണ് വൈറ്റമിൻ D3? അത് എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ വൈറ്റമിൻ D3യെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ വൈറ്റമിൻ D3 അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ത്വക്കിൽ ഇവ വന്നു കഴിഞ്ഞ് ത്വക്കിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്നത് മൂലം അവിടെയുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ വൈറ്റമിൻ D3 ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് ഫോമുള്ള വൈറ്റമിൻ D3 ഉണ്ടെങ്കിലേ കാൽസ്യം അബ്സോർപ്ഷൻ നന്നായി നടക്കത്തുള്ളൂ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വൈറ്റമിൻ D3 അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറവാണ്. മുട്ടയുടെ മഞ്ഞക്കരു പലരും കൊളസ്ട്രോൾ വരുമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ പാല്, പിന്നീടുള്ളത് മത്തി, അയല പോലുള്ള മീനുകൾ, കൂണ്, ഇവയിലാണ് വൈറ്റമിൻ D3യുടെ റിച്ച് സോഴ്സ് ഉള്ളത്. ഇത് പലരും കഴിക്കാതിരിക്കുന്നത് മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം ഉണ്ടല്ലോ. കാൽസ്യം നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ കാൽസ്യം ബ്ലഡ് ലെവലിൽ നിന്നും, അതായത് രക്തത്തിൽ നിന്നും സെല്ലിലേക്ക് കടക്കണമെങ്കിൽ വൈറ്റമിൻ D3യുടെ സഹായം ഉണ്ടായേ കഴിയൂ. വൈറ്റമിൻ D3 എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അത് 30 നാനോഗ്രാം പെർ ml തൊട്ട് 100 നാനോഗ്രാം പെർ ml വരെ ഉണ്ടായിരിക്കണം. ഈ 30നും 100നും ഇടയ്ക്കാണ് ഒപ്റ്റിമൽ ലെവൽ. 30ൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ പലർക്കും ഇത് വളരെ താഴ്ന്ന ലെവലിലാണ്. സൂര്യപ്രകാശം ഏൽക്കണമെന്ന് പറയുമ്പോൾ നല്ല വെയിലത്ത് പോയി നിൽക്കരുത്, അപകടമാണ്. മരത്തിന്റെ തണലില്, അതുപോലെ തന്നെ സൺഷെയ്ഡിന്റെ ഇടയിൽ ഒക്കെ ഉള്ള കുറേശ്ശെ വെയിൽ ഒരു 20 മിനിറ്റ് നേരം നമ്മുടെ ശരീരത്തിലേറ്റാൽ ആഴ്ചയിൽ ഒരു 5 ദിവസം കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ മതിയായ അളവിൽ സൂര്യപ്രകാശം ആയിരിക്കും. നിങ്ങൾക്ക് അമിത ക്ഷീണം, മുടികൊഴിച്ചിൽ, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു പരിശോധന നടത്തി വൈറ്റമിൻ D3യുടെ അളവ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്.